Good afternoon. Good afternoon, ma'am. Okay. Okay, Sajid KP, good afternoon. ഇന്ന് അശ്വതി മിസ് ലീവാണ് കേട്ടോ. അതുകൊണ്ടാണ് മിസ്സിന് പകരം ഞാൻ കയറിയത്. Okay, Vidhuja. Okay, Anu Manila. Okay, good afternoon. Good afternoon, Miss. Okay, Sija. Good afternoon. ഈ ആഴ്ചയിൽ മാമിനെ കൂടുതൽ ടൈം കാണാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ക്ലാസ് ആയിട്ടായാലും. അതിൽ സന്തോഷമുണ്ടെന്ന്. മാം നമുക്ക് ഈ ആഴ്ചയിൽ കൂടുതൽ ക്ലാസ് വന്നേക്കുന്നത് ശനിയാഴ്ച ആഴ്ചയൊക്കെ. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞോളം കഴിച്ചു, ഭക്ഷണത്തിൽ കഴിച്ചു. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഒരു ആവശ്യം വന്നു. അപ്പൊ അവരിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ട് എനിക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കറക്റ്റ് 1 മണിക്കൂർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വേഗം പുറത്തുനിന്ന് തട്ടി തുടങ്ങിയപ്പോ പിന്നെ എനിക്കൊന്നും പെട്ടെന്നൊന്നും പറയാനൊന്നും പറ്റിയില്ല. പെട്ടെന്ന് ഭയങ്കര പേടിച്ചതായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മളന്ന് പറഞ്ഞിരുന്നത് 32 ഫോർമുലയാണ് അല്ലെ. 32 ഫോർമുല പറഞ്ഞു. പിന്നെ പ്രിൻസ് അന്നൊരു ഡൗട്ട് ചോദിക്കുകയുണ്ടായി അല്ലെ. ഓക്കെ, അന്ന് പ്രിൻസ് ചോദിച്ച കാര്യം ഇതായിരുന്നു. അതായത് നമ്മുടെ കത്തീറ്റർ റിലേറ്റഡ് അല്ലെ, കത്തീറ്റർ റിലേറ്റഡ് യൂട്ടിലൈസ്, അതുപോലെ വെന്റിലേറ്റർ റിലേറ്റഡ്, എന്തുകൊണ്ടാണ് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഞാൻ പറഞ്ഞത് ഒരു കാര്യം അത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് ഡെസിമൽ നമ്പേഴ്സ് വരും. ഓക്കെ, ദശാംശ സംഖ്യ വരുമ്പോൾ അതിനെ നമ്മൾ ഒരു ഹോൾ നമ്പറിലോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ 1000 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ 1000 പേഷ്യന്റ് ഡേറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പുള്ള ആ ഒരു ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ, അത് നമ്മൾ പറയുന്ന ഡെത്ത് ഫോർ 1000 പേഷ്യന്റ് ഡേറ്റ്സ് ആണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 1000 പേഷ്യന്റ് ഡേയ്സിലാണ് കണക്കുന്നത്. അതായത് 1000 പേഷ്യന്റ്, ഞാൻ പറഞ്ഞല്ലോ പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞ എന്താണ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ് പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ്. അതായത് പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന, കിടന്ന് ചികിത്സിക്കുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണം ഉണ്ടല്ലോ, അതാണ് പേഷ്യന്റ് ഡേയ്സ്. നമ്മൾ 1000 പേഷ്യന്റ് ഡേയ്സ് എന്ന് പറയുന്നത് നമ്മളൊരു യൂണിറ്റിലാണ്, നമ്മൾ ഒരു 1000 രോഗികളില് നമ്മൾ അങ്ങനെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഒരു 1000 രോഗികളില് കിടന്ന് ചികിത്സിച്ച ദിവസങ്ങളുടെ ആകെ എണ്ണം. അങ്ങനെ നമ്മൾ ഓരോരോ 1000 രോഗികള് അതിൽ എത്ര പേര്, എല്ലാവരും എന്താണ് കത്തീറ്റർ റിലേറ്റഡ് ആയിട്ട് UTI വരണമെന്ന് നിർബന്ധമില്ലല്ലോ. ഒരു 1000 രോഗികൾ നമ്മൾ എടുക്കുമ്പോ ഒരു 1000 രോഗികളില് കിടന്ന് ചികിത്സിച്ച ആകെ ദിവസങ്ങളുടെ എണ്ണത്തില് എത്ര പേർക്ക് ഈ പറയുന്ന പോലെ കത്തീറ്റർ റിലേറ്റഡ് ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വെന്റിലേറ്റർ റിലേറ്റഡ് ആയിട്ട് ന്യൂമോണിയ വന്നിട്ടുണ്ട്, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. 1000 പേഷ്യന്റ് ഡേയ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് പ്രിൻസിലോടൊന്ന് പറഞ്ഞേക്കണം. നല്ല ക്ലാസ്സിൽ ഇല്ലാന്നാണ് തോന്നുന്നത് കേട്ടോ. നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലുണ്ട്. ഉണ്ടോ? എന്നിട്ട് ഉണ്ടായിരിക്കുന്നേ എന്തെങ്കിലും ഒന്ന് വേണ്ടിക്കൂടെ, ഞാനിങ്ങനെ പറയുന്നു. ഓക്കെ, ശരി. എന്റെ ക്ലാസ്സിൽ മിണ്ടാറില്ല. കഴിഞ്ഞ ദിവസമാണ് എന്തെങ്കിലും സംസാരിച്ചത്. അതിന് ആര് ക്ലാസ്സിലുണ്ട് കൊണ്ട് എനിക്ക് അറിയുണ്ടായിരുന്നു. അപ്പോ പ്രിൻസ് കേട്ടിട്ടുണ്ടാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മള് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്, മാമിന് ഡിസ്റ്റർബൻസ്, എനിക്കുണ്ട് ഡിസ്റ്റർബൻസ്, എനിക്ക് അതൊരു ഡിസ്റ്റർബൻസും ഇല്ല. അതായത് നിങ്ങൾ നമ്പേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീൻസ് നോക്കി വെക്കേണ്ട ഫോർമുലയുടെ നമ്പേഴ്സ് ഞാനൊന്ന് പറഞ്ഞുതരാം. അത് നിർബന്ധമായിട്ട് പഠിച്ചു പോകണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 7 നോട്ട് ചെയ്തോളൂ. 7th വൺ ഏതായിരുന്നു ഫോർമുല നോക്കുക കേട്ടോ. 7ാമത്തെ ഫോർമുലയാണ് പറഞ്ഞത്. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, 7ാമത്തെ കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 9 9ാമത്തെ കേട്ടോ. 9ാമത്തെ എന്തായിരുന്നു, പെർസെന്റേജ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ റിയാക്ഷൻസ്, അത് കേട്ടോ. 9 നോട്ട് ചെയ്ത് വെക്കാം. ഇനി 10ാമത്തത് 10 കേട്ടോ, നമ്പർ 10 ഇതാണ് സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU കേട്ടോ. സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം.
19 വരെ ഞാൻ പറഞ്ഞു അല്ലെ. ഓക്കെ, 14, 16, 14 നോട്ട് ചെയ്യണോ കേട്ടോ. 14, 16, 19. ഓക്കെ, 19 ശേഷം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് 21 കേട്ടോ. 21 എളുപ്പമാണ്. നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. 21 മാർക്ക് ചെയ്തിട്ടുള്ളൂ. Then 23, 23 കേട്ടോ. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. അടുത്തത് 24 ആണ്. 24 എന്താണ്? ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് കേട്ടോ. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് അതൊന്ന് നോട്ട് ചെയ്യണേ. Then 28 കേട്ടോ. 28ാമത്തെ പേഷ്യന്റ് ഫാൾ റേറ്റ് കേട്ടോ. പേഷ്യന്റ് ഫാൾ റേറ്റ് അഥവാ ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ് കേട്ടോ. ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ് അത് ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കാം. ലാസ്റ്റത്തെ 32 32ാമത്തെ കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. അതും നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കും കേട്ടോ. ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ നമ്പർ ഒന്ന് ഓടിച്ച് പറയാം. 7, 9, 10, 14, 16, 19, 21, 23, 24, 28, 32. ഇത്രയും നമ്പേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, സൗദ കയറിയില്ലേ ക്ലാസ്സില്? സൗദനെ കണ്ടില്ലല്ലോ. ഇതാന്ന് തോന്നുന്നു അല്ലെ. ഇനി നമുക്ക് ലാസ്റ്റ് അതിനകത്ത് പഠിക്കാനുള്ള 32 ഫോർമുലകള് ഇമ്പോർട്ടന്റ് ഇതൊക്കെയാണ്. ഇതൊക്കെ എന്തായാലും പഠിച്ചിട്ട് പോകാം. ഇനി നമുക്ക് ആ ചാപ്റ്ററിൽ ലാസ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. സെയിം തന്നെ നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് LABH എന്ന് പറയുന്ന ചാപ്റ്ററിലെ അതിനകത്ത് പഠിച്ച സെയിം സംഭവം തന്നെ. അത് ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ് അത് തന്നെയാണ് കേട്ടോ. അത് തന്നെ സെയിം ആണ്. കോപ്പി പേസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് അതൊന്ന് വായിക്കാം കേട്ടോ. അപ്പൊ നോക്കാം. The quality manager in hospital should support the quality assurance program cell at the hospital and be accountable for designing and establishing quality procedures, standards and specifications in hospital. അറിയാലോ, ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം സെല്ലിന് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് ആര്? ക്വാളിറ്റി മാനേജർ അല്ലെ. അദ്ദേഹം എന്ത് ചെയ്യണം? നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങള് അല്ലെ, എല്ലാ സേവനങ്ങളിലായിക്കോട്ടെ എല്ലാ പരിചരണങ്ങളിലും ഏറ്റവും നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ട് അല്ലെ, ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ആ ഒരു സർവീസുകൾ ഡെലിവർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികളും മറ്റു പ്രൊസീജിയറുകളും സ്റ്റാൻഡേർഡുകളും ഇതെല്ലാം തന്നെ എന്താണ് രൂപീകരിക്കുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ ആരാണ്? ആരുടെ ഉത്തരവാദിത്വത്തിൽ വരുന്നതാണ്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? അത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളിലും മറ്റ് എന്താ പറയുക കെയറിങ്ങിലൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു മികച്ച ക്വാളിറ്റി അല്ലെ, ഏറ്റവും ഒരു മികച്ച ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊസീജിയറുകളായിക്കോട്ടെ എല്ലാ പ്രോട്ടോകോൾസുകളായിക്കോട്ടെ സ്റ്റാൻഡേർഡുകളും മറ്റുമൊക്കെ രൂപീകരിക്കുന്നതും അത് നടപ്പിലാക്കുന്നതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജർ കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? He or she must encourage quality improvement in all the process and procedures of the hospital and share the reports. അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ പ്രവർത്തന മേഖലകളിലും നല്ലൊരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ നടപടികൾ എടുക്കുന്നുണ്ട് അതിന്റെ റിപ്പോർട്ടുകളും മറ്റുമൊക്കെ അധികാരികൾക്ക് കൈമാറേണ്ടതും ക്വാളിറ്റി മാനേജറാണ്. അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് അല്ലെ, ഇതൊക്കെ കണ്ടെത്തി അതൊക്കെ മനസ്സിലാക്കി എല്ലാ പ്രവർത്തനങ്ങളിലും ആ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എൻകറേജ് ചെയ്യേണ്ടതും അതിനനുസരിച്ച് നടപടിക്രമങ്ങളൊക്കെ അല്ലെ പല രീതിയിലുള്ള ഇംപ്രൂവ് ചെയ്യാനുള്ള നടപടികളൊക്കെ എടുക്കുന്നു. അതിന്റെ റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കും. ഇതൊക്കെ ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി വരുന്ന കാര്യമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ എന്ത് മാത്രമാണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകളുടെ ക്വാളിറ്റിയെ
ഫുൾ മേൽനോട്ടം വഹിക്കേണ്ട ഒരു വ്യക്തിയാണ് ക്വാളിറ്റി മാനേജർ കേട്ടോ. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എളുപ്പമാണ്. ഒന്നാമത്തെ 13 ഉണ്ട് കേട്ടോ. 13 പോയിന്റുകൾ ഉണ്ട് പറയാനായിട്ട്. ഒന്നാമത്തേത് ensuring good quality non-clinical services such as infection prevention, security, diet, etc. എന്താണ് ensuring good quality non-clinical services such as infection prevention, security, diet, etc. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ നോൺ ക്ലിനിക്കൽ സേവനങ്ങളായിട്ടുള്ള എന്തൊക്കെയാണ്? ഒത്തിരി നോൺ ക്ലിനിക്കൽ സർവീസസ് ഉണ്ട് അല്ലെ. പ്രത്യേകിച്ച് എടുത്തു പറയാവുന്നത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ അല്ലെ, അണുബാധ നിയന്ത്രണം, അതുപോലെ ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റി. ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ രോഗികളുടെ സെക്യൂരിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. രോഗികളുടെ സെക്യൂരിറ്റി, പിന്നെ അവരുടെ ഡയറ്ററി സർവീസ്, അങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. അപ്പൊ ക്ലിനിക്കൽ സേവനങ്ങളുടെ മാത്രമല്ല, ക്ലിനിക്കൽ സേവനങ്ങളുടെ ക്വാളിറ്റി മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ഇൻഫെക്ഷൻ പ്രിവെൻഷനിലെ അണുബാധ നിയന്ത്രണം അല്ലെങ്കിൽ സെക്യൂരിറ്റി, ഡയറ്റ്, ഇത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സേവനങ്ങളുടെയും ആ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ശരിക്കും പറഞ്ഞാൽ ക്ലിനിക്കൽ സേവനങ്ങളുടെ മാത്രം ക്വാളിറ്റി അല്ല, നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടതും അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. രണ്ടാമത് ensuring clean surroundings, OPD areas, wards, labor room, operation theatre and patient amenities and outsourced services. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പരിസരങ്ങള് അല്ലെ, ആശുപത്രി പരിസരങ്ങള്, OPD അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, OPD ഏരിയകള്, വാർഡുകള്, ലേബർ റൂമുകള്, ഓപ്പറേഷൻ തിയേറ്ററുകള് അല്ലെ, അതുപോലെ തന്നെ പേഷ്യന്റ് അമ്യൂണിറ്റീസ്, നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റികൾ അല്ലെ. പേഷ്യന്റിന് നമ്മൾ പല രീതിയിലുള്ള ഫെസിലിറ്റികൾ അവിടെ കൊടുക്കുന്നില്ലേ. ടോയ്ലറ്റ് ആയാലും മറ്റ് വാട്ടർ സപ്ലൈ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. ചിരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, അതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. മറ്റുള്ള എന്റർടൈൻമെന്റ് സൗകര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന ഫെസിലിറ്റികളായിക്കോട്ടെ, നമ്മൾ പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുന്ന സേവനങ്ങളുടെ ഒക്കെ വളരെ വൃത്തിയും ശുചിത്വമുള്ളതായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തമാണ്? ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. മനസ്സിലായല്ലോ? അതായത് ആശുപത്രി പരിസരങ്ങള്, OPD ഏരിയകള്, വാർഡുകള്, ലേബർ റൂമുകൾ, ഓപ്പറേഷൻ ഇതൊക്കെ എപ്പോഴും വൃത്തിയും ശുചിത്വവും ഉള്ളതായിട്ട് സൂക്ഷിക്കുന്നതിന് ഉറപ്പുവരുത്തണം. അത് കൂടാതെ നമ്മൾ എന്താണ് പേഷ്യന്റിന് കൊടുക്കുന്ന സൗകര്യങ്ങളായിക്കോട്ടെ, അതുപോലെ അവർക്ക് പുറത്തേക്ക് എഴുതി കൊടുക്കുന്ന ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന സേവനങ്ങളിലായി കഴിഞ്ഞാലും നമ്മൾ എന്ത് ഉറപ്പ് വരുത്തിയിരിക്കണം? ആ ഒരു വൃത്തിയും ശുചിത്വവും നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. അതാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ. മൂന്നാമത് പറയുന്നത് എന്താണ്? പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. അതുപോലെ കൃത്യമായ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ ആശുപത്രിയിൽ എന്ത് ചെയ്യണം? അസസ്മെന്റ് നടത്തണം അല്ലെ. ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ഇപ്പൊ നമ്മള് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നിങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ക്വാളിറ്റി മെഷർ ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണെന്ന് ആ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആശുപത്രിയുടെ സേവനങ്ങളിലാണെങ്കിലും പ്രവർത്തനങ്ങളിലാണെങ്കിലും നമ്മൾ പീരിയോഡിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ അത് വിലയിരുത്തണം. വിലയിരുത്തുക മാത്രമല്ല, അത് ഒരു നിശ്ചിത സ്കോറിലോട്ട് നമ്മൾ എത്തിക്കുകയും വേണം അല്ലെ. അതായത് നമ്മൾ ആ ക്വാളിറ്റി നോക്കുക, ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിനൊരു സ്കോർ കൊടുക്കാം അല്ലെ. അങ്ങനെ നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞ സ്കോർ ഏതാണോ ആ സ്കോറുള്ള ഏരിയ നമ്മൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ ചെയ്യാൻ, അങ്ങനെ നല്ലൊരു റേറ്റിംഗ് സ്കോറിലോട്ട് എത്താനായിട്ട് ശ്രദ്ധിക്കാം. ഇതൊരു ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്, ദാറ്റ് മീൻസ് ഗ്യാപ്പ് അനാലിസിസ് ആൻഡ് ഡെവലപ്പ് ദ ആക്ഷൻ പ്ലാൻ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് മോണിറ്റർ കംപ്ലൈന്റ്സ്. അതുകൂടാതെ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്, പോരായ്മകൾ തിരിച്ചറിയാം അല്ലെ. നമ്മളിങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്, പോരായ്മകളുള്ള ഏരിയകൾ ഏതൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയണം അല്ലെ. അത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയോ? പോലെ അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. അത് എങ്ങനെ തയ്യാറാക്കണം?
അണ്ടർ ദ സൂപ്പർവിഷൻ അല്ലെങ്കിൽ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഇൻചാർജ് ഓഫ് എ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റൽ ഇൻചാർജിന്റെ ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ അല്ലെ ഇൻചാർജിന്റെ ആ ഒരു ഗൈഡൻസില് അത് എന്താണ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. പിന്നെ എന്ത് ചെയ്യണം? ആൻഡ് മോണിറ്റർ കംപ്ലൈൻസ്. ആക്ഷൻ പ്ലാൻ വെറുതെ തയ്യാറാക്കി വെച്ചാൽ മതിയോ? പോരാ. പിന്നെ എന്ത് ചെയ്യണം? അത് ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ? അത് നടപ്പിലാക്കണം അല്ലെ? അത് നടപ്പിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് അവിടെ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യണം അല്ലെ? അതെ. അപ്പൊ നമ്മള് പോരായ്മകളുള്ള ഏരിയകൾ ഏതൊക്കെയാണ് കണ്ടെത്തുക, അത് നമ്മൾ തിരിച്ചറിയാം. അത് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ടുള്ള ആക്ഷൻ പ്ലാൻ നമ്മൾ ഹോസ്പിറ്റൽ ഇൻചാർജിന്റെ സഹായത്തോടുകൂടി ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യാം. അത് ഇംപ്ലിമെന്റ് ചെയ്യാം. അത് കൃത്യമായിട്ട് അവിടെ പാലിച്ചു പോകുന്നുണ്ടെന്നുള്ളത് മോണിറ്റർ ചെയ്യുക. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തത് പറയുന്നത് ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് റിലേറ്റഡ് ടു ദ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. അതായത് ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് എന്താണ്? ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് റിലേറ്റഡ് ടു ദ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകളും മറ്റും കണ്ടക്ട് ചെയ്യുന്നതിനായിട്ടുള്ള സൗകര്യങ്ങള് ഒരുക്കി കൊടുക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഒരു ഏജൻസികൾ വന്ന് അസസ് ചെയ്ത് സർട്ടിഫിക്കേഷൻ ഒക്കെ കൊടുക്കും അല്ലെ? NABH, JCI അങ്ങനെയൊക്കെയുള്ള അക്രഡിറ്റേഷൻ ബോഡികളൊക്കെ വരും അല്ലെ? അപ്പൊ അങ്ങനെ അവരുമായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകളും മറ്റും കണ്ടക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റികള് അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ എൻഷുറിംഗ് ദാറ്റ് ദ ഹോസ്പിറ്റൽ മീറ്റ്സ് all regulatory compliances like the BMW, that means biomedical waste management, അതുപോലെ blood bank or storage license, AERB regulations. AERB എന്താണ്? ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്നാണ് കേട്ടോ. ഇതിലേക്കിടെ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്നാണ് കേട്ടോ. AERB അറിയാവുന്നവർ എഴുതണ്ട, അറിയാവുന്നവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അതായത് അവരുടെ റെഗുലേഷൻ റേഡിയേഷൻ ലൈസൻസ് ആണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാവിധ റെഗുലേഷൻസുകള് അല്ലെ? ഈ പറയുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസുകള്, ബ്ലഡ് ബാങ്ക് അല്ലെ, സ്റ്റോറേജ് ലൈസൻസ്, അതുപോലെ AERBയുടെ റേഡിയേഷൻ ലൈസൻസ്, ഇങ്ങനെയുള്ള എല്ലാ റെഗുലേഷൻസും ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇതൊക്കെ ക്വാളിറ്റിയുടെ ഭാഗമാണ് അല്ലെ? ബയോമെഡിക്കൽ വേസ്റ്റ് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിനായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്. അതൊരു ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അതുപോലെ ബ്ലഡ് ബാങ്ക് അല്ലെ, ബ്ലഡ് ബാങ്ക് സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോറേജ് ലൈസൻസ് ഉണ്ട് അല്ലെ? ആ ലൈസൻസ് ലഭിക്കണമെങ്കിലും കൃത്യമായ റെഗുലേഷൻസ് അവിടെ പാലിച്ചിരിക്കണം. അതുപോലെ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ റേഡിയേഷൻ ലൈസൻസ് ഒക്കെ ഉണ്ടായിരിക്കണം അല്ലെ? എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന എല്ലാ റെഗുലേഷൻസുകളും കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ക്വാളിറ്റി മാനേജറാണ്. ഓക്കെ. ദെൻ വരുന്നത് എന്താണ്? കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ ഡിവൈസസ് ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ along with the AMC for all equipments. അതുകൂടാതെ നമ്മുടെ പ്രവർത്തനരഹിതമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഹോസ്പിറ്റലില്? അതിന്റെ റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. ഉപയോഗശൂന്യമാക്കണമെങ്കിൽ നിലവില് പ്രവർത്തിക്കാത്ത പ്രവർത്തന രഹിതമായിട്ടുള്ള ഉപകരണങ്ങളുടെ മറ്റു റെക്കോർഡുകൾ അവിടെ സൂക്ഷിക്കണം. ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ അല്ലെ? അതുപോലെ അത് റിപ്പയർ ചെയ്യാൻ, അത് അറ്റകുറ്റപ്പണികളും മറ്റും നടത്തുന്നതിനായിട്ടുള്ള ഒരു സമയപരിധി അതവിടെ കൃത്യമായിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കണം. along with the AMC. AMC എന്താണ്? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നാണ് കേട്ടോ. എന്താണ്? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. അതായത് ഓരോ ഉപകരണങ്ങളായാലും അല്ലെ എല്ലാം നമ്മള് ആനുവലി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെയിൻ്റനൻസിന്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ടുകൾ കൃത്യമായിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കണം. അതായത് ഓരോ എക്യുപ്മെന്റും എത്ര സമയം കൊടുക്കുന്ന അതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ അവിടെ ചെയ്യണം, അത് നമുക്കറിയണ്ടേ? അപ്പൊ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ടുകൾ എല്ലാ എക്യുപ്മെന്റ്സിന്റെയും ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ടുകളും അവിടെ സൂക്ഷിച്ചിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തനരഹിതമായിട്ടുള്ള ഉപകരണങ്ങളുടെയും അത് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സമയപരിധി രേഖപ്പെടുത്തിയുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്ന ഓരോ എല്ലാ എക്യുപ്മെന്റ്സുകളുടെയും ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ടുകളും അവിടെ പ്രത്യേകമായിട്ടും സൂക്ഷിച്ചിരിക്കണം. അടുത്തത് എന്താണ്? പ്ലാനിംഗ് ആൻഡ് വർക്ക് ഓഫ് മൊഡാലിറ്റീസ് ടുവേർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പ്രിവെന്റീവ് മെയിൻ്റനൻസുകള് ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിന്റെ എക്യുപ്മെന്റ്സിന്റെ ആയിക്കോട്ടെ, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളായിക്കോട്ടെ അല്ലെ? അതിന് എന്താണ് വേറെ അതിന്
ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെയിന്റനൻസ് അല്ലെ, പ്രിവെന്റീവ് ആയിട്ടുള്ള മെയിന്റനൻസ് വർക്കുകളും മറ്റും ഒക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, അത് വർക്ക്ഔട്ട് ചെയ്യാം. അതിലൂടെ നമ്മുടെ ഹോസ്പിറ്റലിനെ അപ്ലിഫ്റ്റ് ചെയ്യാം. ഹോസ്പിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു എന്താണ് ഹോസ്പിറ്റലിനെ മോഡേണൈസ് ചെയ്ത് കൊണ്ടുവരാം അല്ലെ, കുറെ കൂടെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് നടത്താന്നുള്ളതൊക്കെ അതിന്റെ ഭാഗമാണ്. പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് modalities towards upliftment, preventive maintenance of equipment and vehicles, and modernization of hospitals. Clear? Okay. മനസ്സിലായോ അത്രയും ഭാഗങ്ങള്? ഓക്കെ ആണോ? അടുത്തതാണ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല കേട്ടോ, ടു ഇൻസ്റ്റാൾ എന്നാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയണ്ട, ഇൻസ്റ്റാൾ നടത്തിയാൽ മതി കേട്ടോ. ടു ഇൻസ്റ്റാൾ and institute and effective grievance redressal system both for employees and the patients. അതായത് നമ്മൾ ഈ പറയുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, പേഷ്യൻസിന് മാത്രമല്ല ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ജീവനക്കാർക്കും അവർക്ക് എല്ലാവർക്കും വേണ്ട പരാതി പരിഹാര സംവിധാനങ്ങള് അതവിടെ നടപ്പിലാക്കണം കേട്ടോ. അതവിടെ നടപ്പിലാക്കിയിരിക്കണം. അത് പേഷ്യൻസിന് മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുണ്ടാവില്ല, അവർക്ക് വേണ്ട പ്രത്യേകിച്ച് ഓൺലൈൻ പരാതി പരിഹാര സംവിധാനങ്ങളൊക്കെ അവിടെ നടപ്പിലാക്കണം അല്ലെ. പരാതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് അറിയിക്കാനും അത് പരിഹരിക്കാനുള്ള റിഡ്രസൽ മെക്കാനിസം അല്ലെ, ഗ്രീവൻസ് റിഡ്രസൽ സംവിധാനങ്ങൾ അല്ലെ, അതായത് പരാതി പരിഹാര സംവിധാനങ്ങൾ അവിടെ നടപ്പിലാക്കണം. വളരെ ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ക്വാളിറ്റി മാനേജർക്കാണ്. അതുപോലെ സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI and report action statement. MIS അറിയാലോ, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് അല്ലെ. അറിയാലോ, നമ്മൾ ആശുപത്രിയിലെ രോഗികളുടെ വിവരങ്ങളും മറ്റും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഹോസ്പിറ്റലിലെ വിവരങ്ങളും മറ്റൊക്കെ നമ്മൾ ശേഖരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ഇതൊക്കെ കുറെ കൂടി ശക്തമാക്കണം എന്നാണ് പറയുന്നത് അല്ലെ. അതായത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യണം, കൂടുതൽ ശക്തമാക്കണം. അതിനായി നമ്മൾ എടുക്കുന്ന നടപടികൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റീനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. അതായത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് കുറെ കൂടെ എൻഹാൻസ് ചെയ്യുക, ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് ക്വാളിറ്റി എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ ആക്ഷൻസുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. Then coordinating assessing authority, അതായത് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയും മറ്റും വിലയിരുത്താനായിട്ട് വന്നിരുന്ന അധികാരികൾ ഉണ്ടല്ലോ, അസസിംഗ് അതോറിറ്റി ലൈക്ക് NABHJC എന്നൊക്കെയുള്ള അസസിംഗ് അതോറിറ്റികളുമായിട്ട് വളരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അവരോടൊപ്പം സഹകരിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളതും ക്വാളിറ്റി മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി ആണ്. പറയുന്നത് ensure the employees education of quality standards. അതാണ് ensure the employees education of quality standards കേട്ടോ. അതുപോലെ നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളുമായിട്ട് ബന്ധപ്പെട്ട് എംപ്ലോയീസിന്റെ വിദ്യാഭ്യാസവും പരിശീലനമൊക്കെ അവർക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. ഈ പറയുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് കറക്റ്റ് ആയിട്ട് അറിവുണ്ടാവണ്ടേ. അതിലൂടെയാണല്ലോ നമ്മൾ സർവീസുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ ക്വാളിറ്റി മാനദണ്ഡങ്ങളെ പറ്റിയിട്ട് ജീവനക്കാർക്ക് ശരിയായ വിദ്യാഭ്യാസവും പരിശീലനവും ഒക്കെ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെന്താണ് റെസ്പോൺസിബിൾ ഫോർ ട്രെയിനിങ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. അതാണ് റെസ്പോൺസിബിൾ ഫോർ ട്രെയിനിങ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. വിവിധ തരത്തിലുള്ള ഹോസ്പിറ്റൽ കമ്മിറ്റികളിൽ രൂപീകരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനൊക്കെ അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പലതരത്തിലുള്ള കമ്മിറ്റികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കോഡ് കമ്മിറ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഒത്തിരി കമ്മിറ്റി ഉണ്ട് അല്ലെ. ഇങ്ങനെയുള്ള വിവിധ ഹോസ്പിറ്റൽ കമ്മിറ്റികളുടെയൊക്കെ രൂപീകരിക്കാനും അത് കൃത്യമായിട്ട് ക്രമീകരിക്കുന്നതിനൊക്കെ ആർക്ക് റെസ്പോൺസിബിൾ ആണ്? ക്വാളിറ്റി മാനേജർ റെസ്പോൺസിബിൾ ആണ്. ദീസ് ആർ ദ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി? ഒന്ന് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് പോലുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ആശുപത്രിയുടെ പരിസരങ്ങള്, കുട്ടിയുടെ ഏരിയകൾ, വാർഡ്, ലേബർ എന്നിവയൊക്കെ വൃത്തിയും ശുചിത്വം ഉള്ളതായിട്ട് സൂക്ഷിക്കുക. അതുപോലെ രോഗികൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളിലായിക്കോട്ടെ ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന സേവനങ്ങളിലൊക്കെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം.
അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ ഹോസ്പിറ്റലിൽ അസസ്മെന്റ് നമ്മൾ നടത്താം, അല്ലെ? വാല്യുവേഷൻ നടത്താം, മികച്ച ഒരു സ്കോറിലോട്ട് എത്താൻ ശ്രമിക്കാം. പോരായ്മകളുള്ള ഏരിയകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് നമ്മുടെ ഇൻചാർജിന്റെ ഗൈഡൻസോട് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക, നടപ്പിലാക്കുക. അത് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യാം. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാവിധ നിർദ്ദേശങ്ങള് അത് കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തനരഹിതമായിട്ടുള്ള ഉപകരണങ്ങളുടെ റെക്കോർഡുകളും അത് ഇന്ന് അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നതുമായി ബന്ധപ്പെട്ട് സമയപരിധിയും അതിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. കൂടാതെ എല്ലാ എക്യുപ്മെന്റുകളുടെ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ടുകളും സൂക്ഷിക്കുക. പിന്നെ നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിലെ പ്രിവെന്റീവ് ആയിട്ടുള്ള മെയിന്റനൻസുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ മോഡേണൈസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുക, നടപ്പിലാക്കുക എന്നുള്ളതാണ്. പിന്നെ എംപ്ലോയീസിനാണെങ്കിലും പേഷ്യൻസിനാണെങ്കിലും അവർക്ക് വേണ്ട പരാതി വരുമാനം, ഓൺലൈൻ പരാതി വരുമാന സംവിധാനങ്ങൾ നടപ്പിലാക്കുക. ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളൊക്കെ ശക്തമാക്കുകയും അതിനെടുത്ത നടപടികളുടെ റിപ്പോർട്ട് തയ്യാറാക്കുക. അസസിംഗ് അതോറിറ്റികളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കുക. ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ട് ജീവനക്കാർക്ക് വ്യക്തമായിട്ട് അറിവും ധാരണയും ഉണ്ടെന്ന് ഉറപ്പാക്കണം. വിവിധ ഹോസ്പിറ്റൽ കമ്മിറ്റികളെ രൂപീകരിക്കാനും അത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികളുടെയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി. സെയിം പോയിന്റുകൾ തന്നെയാണ് നിങ്ങൾ ഇവിടെ പഠിച്ചത്. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ക്വാളിറ്റി ചാപ്റ്ററിലെ അതിനകത്ത് ഇതേ പോയിന്റുകൾ തന്നെയാണ് പഠിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? എല്ലാവരും ഓക്കെ, സെക്ഷൻ വായിച്ചോളൂ കേട്ടോ. സാധന കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ആണോ? ഓക്കെ ഓക്കെ, കിട്ടിയില്ല, അതൊന്നും കൂടി പറയും. ഒന്നും പറയാനാ? അത് പറയുന്നത് എനിക്ക് അത്ര ക്ലിയർ ആവുന്നില്ല കേട്ടോ. നമ്പർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണോ? കിട്ടില്ല. ഫോർമുലകള് ഓക്കെ ഓക്കെ. ഫോർമുല ഞാന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 9, 7 പെട്ടെന്ന് എഴുതി എടുക്കണം കേട്ടോ. 7, 9, 10, 14, 10, 14, 16, 19, പിന്നെ 21, 23, പിന്നെ 24, 28, 32 കേട്ടോ. 28, 32. അപ്പൊ ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്റർ, എന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, അവസാനത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ നോക്കാം, ചാപ്റ്റർ നമ്പർ 10 കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. ആ ഒരു ചാപ്റ്റർ ആണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചെറിയ ചാപ്റ്റർ ആണ്, ഫുൾ തിയറി ആണ്, വേറെ ഒന്നുമില്ല. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട 5 അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസുകളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. നിങ്ങൾ 3rd മൊഡ്യൂളിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ ചെറിയ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ കുറെ അഡ്മിനിസ്ട്രേറ്ററുടെ കുറെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് 5 അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. 5 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി, പിന്നെ വരുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഓക്കെ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയിലെ, പിന്നെ വരുന്നത് മെഡിക്കൽ സെക്രട്ടറി,
അദ്ദേഹത്തിന്റെ ഉണ്ട്. പിന്നെ പറയുന്ന പോലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, OPD എക്സിക്യൂട്ടീവ് എന്ന് പറയും. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി. ദെൻ നമ്മൾ പഠിക്കുന്നത് പേഷ്യന്റ് കൗൺസിലർ കേട്ടോ, പേഷ്യന്റ് കൗൺസിലർ. അങ്ങനെ 5 അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, മെഡിക്കൽ സെക്രട്ടറി, OPD എക്സിക്യൂട്ടീവ്, പേഷ്യന്റ് കൗൺസിലർ. ഇത്രയുള്ള ഒരു ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. അതുകൂടാതെ ഈ പറയുന്ന എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ചില സ്കില്ലുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചില സ്കില്ലുകൾ ഉണ്ട്. അതും നമ്മൾ ജനറൽ ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമുക്ക് വേഗം വേഗം പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോ ഏതെങ്കിലും റെസ്പോൺസിബിലിറ്റി ഒക്കെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഏകദേശം ഈ 5 എണ്ണത്തിന്റെ പഠിച്ചു വരുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് നമുക്ക് തോന്നും. ഏകദേശം ഒരുപോലെ തന്നെയാണ് എല്ലാത്തിന്റെയും. പ്രത്യേകിച്ച് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, മെഡിക്കൽ സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി പഠിക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്, ഒരുപോലെ ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി വേണം അത് പഠിക്കാനായിട്ട്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെയല്ലേ നമുക്ക് പഠിക്കണ്ടേ. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയാൽ നോൺ ക്ലിനിക്കൽ ജോബ്സ് ആർ നെസസറി ഫോർ a multitude of departments in a hospital or health care center. These administrative roles could see you working in different departments in a hospital. നമുക്കറിയാലോ, നമ്മളിപ്പോ ഇത്രയും നാളുകൾ നമ്മൾ കുറെ ക്ലിനിക്കൽ വശങ്ങളെ പറ്റിയൊക്കെ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഏറ്റവും കൂടുതൽ ക്ലിനിക്കൽ ജോബുകളെക്കാളും കൂടുതൽ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബുകൾ ധാരാളമായിട്ട് ഹോസ്പിറ്റലിനുണ്ട് അല്ലെ. ക്ലിനിക്കൽ ജോബുകളിനേക്കാളും കൂടുതൽ അവിടെ വരുന്നത് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബുകളാണ് അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിൽ അല്ലെ കൂടുതലും വരുന്ന നോൺ ക്ലിനിക്കൽ ജോബുകളാണ്. എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ജോബുകളാണ് അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ നമുക്ക് ഇഷ്ടം പോലെ ഹോസ്പിറ്റലിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന 5 പേരുടെ നമ്മൾ പഠിക്കുകയാണ്. അതില് ഒന്നാമത്തെയാണ് എന്ത്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് അദ്ദേഹത്തിനുള്ളത് നോക്കിയേ. ഒരു 10 പോയിന്റുകളാണ് കൊടുത്തത്. 10 ഒന്നല്ല, ഒരുപാട് ഉണ്ട്. നമുക്ക് പഠിക്കേണ്ടത് ഒരു 10 പോയിന്റ് ആണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്ലേ an important role in overseeing the operations and management of a healthcare facility, and their responsibilities typically consist of, അതായത് നമ്മളൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ആശുപത്രിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും സുഗമമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും മാനേജ് ചെയ്യുന്നതിലൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 10 പോയിന്റുകളാണ് അതിനകത്ത് വരുന്നത്. ആദ്യം ജസ്റ്റ് ആ പോയിന്റുകൾ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ പോയിന്റ് പഠിച്ചാൽ മതി കേട്ടോ. എന്തൊക്കെയാണ് പോയിന്റുകൾ? ഒന്നാമത്തത് സ്ട്രാറ്റജിക് പ്ലാനിങ്. അതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. നമ്മൾ പറയില്ലേ, തന്ത്രപരമായ രീതിയിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാം എന്ന് പറയും. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണേ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ അല്ലെ, ഒരു ഹോസ്പിറ്റലിന്റെ ഗോൾസും അല്ലെ, അവരുടെ എയിംസ് അല്ലെ, അവരുടെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ തന്ത്രപരമായിട്ടുള്ള ആസൂത്രണങ്ങൾ നടത്തുക അല്ലെ. അതാണ് എന്ത്, സ്ട്രാറ്റജിക് പ്ലാനിങ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെ. അതെ, സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക. പിന്നെന്താണ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. നയങ്ങൾ രൂപീകരിക്കുക, അത് കൃത്യമായിട്ട് നടപ്പിലാക്കുക കേട്ടോ. പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, നയങ്ങൾ രൂപീകരിക്കണം, അത് കൃത്യമായിട്ട് നടപ്പിലാക്കണം. പിന്നെ അടുത്തെന്താണ്, HR മാനേജ്മെന്റ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹോസ്പിറ്റലിലെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരാണ് അല്ലെ, അവരെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ദെൻ വരുന്നത് ഫെസിലിറ്റീസ് ആൻഡ് എക്വിപ്മെന്റ് മാനേജ്മെന്റ്.
ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്, നമ്മളെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റികള്, അവിടെയുള്ള ഉപകരണങ്ങള്, അതൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദെൻ വരുന്നത് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. പിന്നെ അറിയാലോ ക്വാളിറ്റി അല്ലെ, പേഷ്യന്റിന്റെ സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്തുക. ദെൻ കമ്മ്യൂണിറ്റി റിലേഷൻസ്, സമൂഹവുമായിട്ട് നല്ലൊരു റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ റിസ്ക് മാനേജ്മെന്റ് അല്ലെ, എന്തെങ്കിലും റിസ്കുകള് അല്ലെ, ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യുന്ന ചില ചാലഞ്ചസുകള് അല്ലെ, റിസ്കുകള് അത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാം. ദെൻ ഇൻഫർമേഷൻ മാനേജ്മെന്റ്, വിവരങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക അല്ലെ. ദെൻ കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ് അല്ലെ, കൂട്ടായ്മ, ഒരു നേതൃത്വം എന്നൊക്കെ നമുക്ക് പറയില്ലേ, കൂട്ടായ്മയും നേതൃത്വം നിൽക്കുക, എന്തിനെ പറ്റിയാണെന്നൊക്കെ നമുക്ക് അതിന് പറയാം കേട്ടോ. 11 പോയിന്റ് അല്ല കേട്ടോ, 11ാമത്തെ പോയിന്റ് അല്ല, ജസ്റ്റ് ഇങ്ങനെ നമ്പർ അറിയാതെ വന്നൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. മെയിൻ ആയിട്ട് 10 പോയിന്റുകളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അപ്പൊ നമുക്ക് ഓരോ പോയിന്റ് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. ഞാൻ പറഞ്ഞു, തന്ത്രപരമായ രീതിയിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് ലോങ് ടേം സ്ട്രാറ്റജീസ് ആൻഡ് ഗോൾസ് ഫോർ ദ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലിന് ദീർഘകാല ലക്ഷ്യങ്ങള് അല്ലെ, ദീർഘകാല ലക്ഷ്യങ്ങൾ മറ്റും നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകള് അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികള് അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കാണ്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ നമ്മൾ ഷോർട്ട് ടേം ഗോൾസ് അല്ല, ഹോസ്പിറ്റൽ ഭാവിയിൽ നേടാൻ അവർ ഉദ്ദേശിക്കുന്ന അവരുടെ ദീർഘകാല ലക്ഷ്യങ്ങള് അല്ലെ, അവരുടെ ആ ഒരു ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ട് തന്ത്രപരമായ രീതിയിൽ കാര്യങ്ങളെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങുകൾ ഡെവലപ്പ് ചെയ്യുക അല്ലെ. നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണം. ആ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ വെറും പ്ലാൻ അല്ല, അത് സ്ട്രാറ്റജിക് പ്ലാൻ ആണ്. ഇപ്പോഴത്തെ ആവശ്യമല്ലല്ലോ, നമ്മുടെ ഇപ്പൊ ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ഒരു ലെവലിൽ എത്തണം, അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിന്റെ നിലവാരം ഇന്ന രീതിയിലായിരിക്കണം. അപ്പൊ നമ്മൾ വളരെ ലോങ് ടേം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ആ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. വെറുതെ ഒരു പ്ലാനിന് പറ്റില്ല അല്ലെ. അത്രയൊക്കെ വർഷങ്ങളിലേക്ക് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോഴേ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് അവിടെ ആവശ്യമാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ആര്? ശരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അപ്പോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യണം നോക്കിയേ. ദിസ് കൺസിസ്റ്റ് ഓഫ് അനലൈസിങ് മാർക്കറ്റ് ട്രെൻഡ്സ് അല്ലെ, മാർക്കറ്റ് ട്രെൻഡുകൾ തിരിച്ചറിയണം അല്ലെ. മാർക്കറ്റിൽ വരുന്ന മാറ്റം, എന്തിന്റെ മാർക്കറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമുക്കറിയാം വളരെ കോംപ്ലിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ്. അപ്പൊ നമ്മുടെ വിപണിയിൽ നമ്മുടെ ആശുപത്രികളുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് അല്ലെ, അവർ കൊടുക്കുന്ന സേവനങ്ങൾ ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകൾക്ക് ധാരാളമായിട്ടുണ്ട് അല്ലെ. അപ്പൊ മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുക. അതുപോലെ ഐഡന്റിഫൈങ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ് അല്ലെ, ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ തിരിച്ചറിയുക. ആൻഡ് ഡിവൈസിംഗ് പ്ലാൻസ് ടു ഇംപ്രൂവ് ഹോസ്പിറ്റൽ സർവീസ് ആൻഡ് ഓപ്പറേഷൻ, ഹോസ്പിറ്റലിന്റെ സേവനങ്ങള് പ്രവർത്തനങ്ങള് അത് മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പുതിയ പദ്ധതികൾ തയ്യാറാക്കലും ഒക്കെ ഏതിനകത്ത് വരുന്നതാണ്? സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനകത്ത് വരുന്നതാണ്. ഒന്ന് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഹോസ്പിറ്റലിലെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് നമ്മൾ നമ്മൾ മീൻസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് തയ്യാറാക്കുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ ഹോംവർക്കുകൾ ചെയ്യണം? മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾ അത് തിരിച്ചറിയണം, അതിനെ വിശകലനം ചെയ്യണം, ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകളെ കണ്ടെത്തണം. അതുപോലെ തന്നെ എന്താണ്? ഹോസ്പിറ്റലിന്റെ സേവനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ പദ്ധതികളും അവരെന്ത് ചെയ്യണം? രൂപീകരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനകത്ത് വരുന്നത്. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോകണം. കൺസിസ്റ്റിംഗ് ഓഫ് അനലൈസിംഗ് മാർക്കറ്റ് ട്രെൻഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? വിഷൻസ് സെറ്റ് ചെയ്യൂലേ, വിഷൻസ് സെറ്റ് ചെയ്യൂലേ, അതാണോ ഉദ്ദേശിക്കുന്നത്? അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിത് പറഞ്ഞില്ല, ഒരു 10-20 വർഷങ്ങൾക്കൊക്കെ ശേഷം നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഒരു നിലവാരം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ ആ ഒരു വിഷൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില ഹോംവർക്കുകളാണ്. നമ്മൾ ഓരോ കാലഘട്ടത്തിലുള്ള മാർക്കറ്റ് ട്രെൻഡുകൾ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ എന്തൊക്കെ അത് നമ്മൾ അനലൈസ് ചെയ്യണം. അങ്ങനെ പുതിയ പുതിയ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ആ ഒരു വിഷനിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുന്നത്. വിഷൻ സെറ്റ് ചെയ്ത് വെക്കാനാണ് കേട്ടോ. അതിനുവേണ്ട വളരെ തന്ത്രപരമായ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കാനാ അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് എന്താ വെച്ചാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അറിയാലോ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ മാനേജ്മെന്റ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽസ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻ. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റിംഗ്, ഹോസ്പിറ്റലിന്റെ റവന്യൂ, ചെലവുകള്, ലാഭനഷ്ട കണക്കുകള്, അല്ലെ, അവരുടെ ബഡ്ജറ്റിങ്ങും അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ഇതിലൊക്കെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, അതിനൊക്കെ അവര് എന്നോട്ട് വഹിക്കുന്നുണ്ട്. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള മാനേജ്മെന്റ് ഒരു ഇമ്പോർട്ടന്റ് ആണ്. അതിനും ആര് പ്രവർത്തിക്കുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റർമാര് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ കാര്യങ്ങൾ അവർ ചെയ്യുന്നേ, they work keenly with the finance teams to monitor റവന്യൂ അല്ലെ, കൃത്യമായിട്ട് റവന്യൂ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ കൺട്രോൾ എക്സ്പെൻസസ്, അത് ഒന്ന് വായിക്കാം. അതായത് they work keenly with the finance teams to monitor revenue, control expenses, distribute resources in an effective manner and ensure the financial firmness of the organization അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നമ്മുടെ ആശുപത്രിയിലേക്കുള്ള റവന്യൂ അല്ലെ, റവന്യൂ മീൻസ് വരുമാനം മോണിറ്റർ ചെയ്യാനും എക്സ്പെൻസുകൾ നിയന്ത്രിക്കാനും അല്ലെ, ചെലവുകൾ നിയന്ത്രിക്കാനും നമ്മുടെ ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിതരണം ചെയ്തും ആ രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ദൃഢത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത് ആര് തന്നെയാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ് അല്ലെ. അവര് എന്താണ്, ഹോസ്പിറ്റലിലെ ബഡ്ജറ്റിങ്ങും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻസ് ടീമുമായിട്ട് അവർ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റർമാർ എന്ത് ചെയ്യും, ഫിനാൻസ് ടീമുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ഹോസ്പിറ്റലിന്റെ വരവ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തും അതുപോലെ ചെലവുകൾ നിയന്ത്രിച്ചും അവിടെയുള്ള എല്ലാ റിസോഴ്സുകളും ഏറ്റവും ഫലപ്രദമായ രീതിയിൽ വിതരണം ചെയ്തും അവർ ആ സ്ഥാപനത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് ദ അനദർ റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തെ എന്താണ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പോളിസികൾ ഡെവലപ്പ് ചെയ്യാൻ, നയങ്ങള് ഡെവലപ്പ് ചെയ്യാം, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പോളിസി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്താ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ. തോന്നിയ രീതിയിൽ പോകരുത് അല്ലെ. നമ്മൾ കൃത്യമായിട്ട് പോളിസിയും പ്രൊസീജിയറും പ്രോട്ടോകോളും ഒക്കെ വെച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ കുറെ കൂടി ഈസി ആയിരിക്കും, അവർക്ക് വർക്ക് ഫ്ലോ കുറെ കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറെ പോളിസികൾ ഡെവലപ്പ് ചെയ്യാം, അത് കറക്റ്റ് ആയിട്ടൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും അദ്ദേഹത്തിനുണ്ട് കേട്ടോ. നോക്കി, hospital administrators set up policies and procedures to conduct the operation of the facility. അതായത് നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികള്, നയങ്ങള്, നടപടിക്രമങ്ങള് ഇതെല്ലാം തന്നെ ആര് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റർമാരാണ് ഇതെല്ലാം തന്നെ നടപ്പിലാക്കുന്നത് കേട്ടോ. They ensure compliance with the legal and regulatory needs. അവരെല്ലാവിധ ലീഗലും റെഗുലേറ്ററി നീഡ്സുകൾ അല്ലെ, ലീഗൽ റെഗുലേറ്ററി നീഡ്സുകൾ എല്ലാം തന്നെ അവര് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. എൻകറേജ് പേഷ്യന്റ് സേഫ്റ്റി, രോഗിയുടെ സുരക്ഷിതത്വം അവർ എൻകറേജ് ചെയ്യുന്നു. ആൻഡ് മെയിൻറ്റെയിൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ എല്ലാവിധ ധാർമ്മികമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും അവർ കറക്റ്റ് ആയിട്ട് അവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പോളിസികൾ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. അതെ, എല്ലാവിധ ഹോസ്പിറ്റലിൽ നമ്മുടെ പോളിസി എന്ന് പറയുമ്പോൾ അവിടെ അതാ ഉദ്ദേശിക്കുന്നത്, ഹോസ്പിറ്റലിൽ എല്ലാവിധ റൂൾസും ലീഗലായിട്ടുള്ള എല്ലാ റെഗുലേഷൻസും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയും പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പുവരുത്തിയും ആ രീതിയിൽ ഹോസ്പിറ്റലിന്റെ എല്ലാ ഒരു ധാർമ്മികമായിട്ടുള്ള എല്ലാ എത്തിക്കൽ സ്റ്റാൻഡേർഡുകളും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട റെസ്പോൺസിബിലിറ്റിയും ആർക്കാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ് കേട്ടോ. അതാണ് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. then വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ തന്നെ ഒരു ഭാഗമാണ് അല്ലെ. മിക്കവാറും എല്ലാ HR എടുക്കുകയാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റർ അതിലൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസ് ദ റിക്വയർമെന്റ്, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ്. അഡ്മിനിസ്ട്രേറ്റർമാർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആശുപത്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ തെരഞ്ഞെടുക്കുകയും നിയമിക്കുകയും അവർക്ക് വേണ്ട പരിശീലനങ്ങളും മറ്റും അദ്ദേഹം പരിശീലനം കൊടുക്കുന്നതിനൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർവൈസർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത് മാത്രമല്ല they produce and maintain a positive work environment അല്ലെ. അവര് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെ, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം അവർ കരുതുന്നുണ്ട്. അതുപോലെ ഇംപ്ലിമെന്റ് പെർഫോമൻസ് എസ്റ്റിമേഷൻ, പ്രകടന വിലയിരുത്തൽ സംവിധാനങ്ങൾ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവനക്കാരുടെ പെർഫോമൻസ് അത് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ നടപ്പിലാക്കുന്നു. പിന്നെന്താണ്, ഹാൻഡിൽ എംപ്ലോയി റിലേഷൻസ് അല്ലെ, ജീവനക്കാരുമായിട്ട്
നല്ലൊരു റിലേഷൻസ് അവര് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആൻഡ് അഡ്രസ് സ്റ്റാഫിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുവർ ആഡിക്വേറ്റ് കവറേജ് ആൻഡ് ഒപ്റ്റിമൽ സ്റ്റാഫിംഗ് ലെവൽസ് അല്ലെ. അതായത് നമ്മുടെ ആശുപത്രിയില് ആവശ്യത്തിനുള്ള സ്റ്റാഫുകളെ നിലനിർത്തുന്നതിന് അല്ലെ കൃത്യമായിട്ട് ഒരു ഒപ്റ്റിമൽ സ്റ്റാഫിംഗ് ലെവല് അത് നിലനിർത്തുന്നതിന് കൃത്യമായിട്ട് ഷിഫ്റ്റുകളും മറ്റുമൊക്കെ നിയന്ത്രിക്കുന്നതും അഡ്മിനിസ്ട്രേറ്റർമാരാണ് കേട്ടോ. മനസ്സിലായല്ലോ? അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ജീവനക്കാരെ തിരഞ്ഞെടുക്കുക, അവരെ നിയമിക്കുക, അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുക, അവർക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടൊരു തൊഴിൽ അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതോടൊപ്പം അവരുടെ പെർഫോമൻസ് വിലയിരുത്തണം, അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ എംപ്ലോയീസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ നമ്മുടെ ആശുപത്രിയിലെ സേവനങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ജീവനക്കാരുടെ എണ്ണം നിലനിർത്താൻ അല്ലെ കൃത്യമായിട്ടൊരു ഒപ്റ്റിമമായിട്ട് സ്റ്റാഫിംഗ് ലെവലിൽ നിലനിർത്തുന്നതിന്റെ ഷിഫ്റ്റിങ്ങും മറ്റും കൃത്യമായിട്ട് നിയന്ത്രിക്കേണ്ടതൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, വരുന്നത് ഫെസിലിറ്റീസ് ആൻഡ് എക്വിപ്മെന്റ് മാനേജ്മെന്റ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റുമാണ്. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സൗകര്യങ്ങള്, എക്വിപ്മെന്റ്സുകള് അല്ലെ, അവിടെ ഉപയോഗിക്കുന്ന എക്വിപ്മെന്റ്സുകളുടെ കറക്റ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ accountable for maintaining the hospital's physical infrastructure, equipment and technology. നമ്മുടെ ആശുപത്രിയുടെ ഫിസിക്കൽ ആശുപത്രിയുടെ ആ ഒരു അടിസ്ഥാന സൗകര്യങ്ങള്, എക്വിപ്മെന്റ്സുകള്, മറ്റ് ടെക്നോളജി അല്ലെ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നിലനിർത്തുന്നതിന് ആർക്ക് ഉത്തരവാദിത്വം ഉണ്ട്? അഡ്മിനിസ്ട്രേറ്റേഴ്സിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. They supervise maintenance, upgrades and renovations to ensure a safe and efficient environment for the patient, staff and visitors അല്ലെ. അതെ, അത് കറക്റ്റ് ആയിട്ട് അത് മെയിൻ്റനൻസും അതുപോലെ അപ്ഗ്രേഡേഷൻ അല്ലെ, ഓരോ കാര്യങ്ങളൊക്കെ പുതുക്കിയും അപ്ഗ്രേഡ് ചെയ്തും മെയിൻ്റനൻസ് നടത്തിയും അതുപോലെ നമ്മുടെ പേഷ്യൻസിന് സ്റ്റാഫുകൾക്ക് അവിടെ വരുന്ന വിസിറ്റേഴ്സിന് വളരെ സേഫ് ആയിട്ടുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള തൊഴിൽ അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ മെയിൻ്റനൻസുകളും അപ്ഗ്രേഡുകളും റിനോവേഷൻസും ഒക്കെ മേലോട്ട് നൽകേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അടുത്തതാണ് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ക്വാളിറ്റി ഉറപ്പുവരുത്തുക, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട റെസ്പോൺസിബിലിറ്റിയും അദ്ദേഹത്തിനുണ്ട് അല്ലെ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ടു മേക്ക് ഷുവർ ദാറ്റ് ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി വിത്തിൻ ദ ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണവും അതുപോലെ രോഗി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, they create and implement quality improvement initiative. അതായത് നമ്മുടെ ആശുപത്രിയുടെ സേവനങ്ങളിലും പരിചരണങ്ങളും മറ്റു ഫെസിലിറ്റികളിലൊക്കെ നല്ലൊരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ മോണിറ്റർ പേഷ്യന്റ് ഔട്ട്കം, അതിലൂടെ നമുക്ക് രോഗികൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുക മാത്രമല്ല അതുവഴി പേഷ്യൻസിന് എന്തൊക്കെ ഫലങ്ങൾ ലഭിക്കുന്നുണ്ട്, പേഷ്യന്റ് ഔട്ട്കംസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു. ആൻഡ് എൻകറേജ് അഡ്ഹിയറൻസ് ടു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് ആൻഡ് ക്ലിനിക്കൽ ഗൈഡൻസ്. അതായത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ചികിത്സാ രീതികള്, മാർഗനിർദ്ദേശങ്ങള് ഇതൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നതിനായിട്ട് അവര് എൻകറേജ് ചെയ്യുന്നു. സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളത് അല്ലെ. എവിഡൻസ് ബേസ്ഡ് ആവുമ്പോൾ എന്താ പ്രത്യേകത? സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള, അതായത് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തോ നമുക്ക് അവിടെ നല്ലൊരു റിസൾട്ട് ഉറപ്പാണ്. അങ്ങനെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തെളിയിക്കപ്പെട്ട ചികിത്സാ രീതികള് മറ്റു മാർഗനിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് എൻകറേജ് ചെയ്യുന്നു അല്ലെ. ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നു. ഏഴാമത്തെ പോയിന്റ് കമ്മ്യൂണിറ്റി റിലേഷൻസ് ആണ്. സമൂഹവുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ് അല്ലെ. നോക്കി, hospital administrators play an important role in maintaining a positive relationship with the community. നമ്മുടെ സമൂഹവുമായിട്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ട് റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു പ്രധാനപ്പെട്ട പങ്ക് ഉണ്ട്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് they engage in community outreach programs. കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എന്താണ് പ്രവർത്തനങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക, പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുക. അതുപോലെ കോപ്പറേറ്റ് വിത്ത് ലോക്കലൊക്കെ നമ്മൾക്കറിയാം, നമ്മള് ഈ ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യാറൊക്കെ സൗജന്യ നേത്രരോഗ ചികിത്സ അല്ലെ ക്യാമ്പ് നമ്മൾ നടത്താറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാമ്പുകളൊക്കെ നമ്മുടെ
ലൊക്കാലിറ്റിയിലൊക്കെ നടത്താറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അല്ലെ നമ്മുടെ പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ എന്താണ് വില്ലേജ് ഇങ്ങനത്തെ അവരുടെ ഒരു ആ ഒരു എന്താ പറയുക പേരൻസ് അല്ല അവരുടെ ആ ഒരു അനുബന്ധത്തോട് കൂടിയിട്ടൊക്കെ നമ്മള് അങ്ങനെ വയസ്സായ ആളുകൾക്ക് കോമൺ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ സൗജന്യ നേത്ര എന്താണ് രോഗ ക്യാമ്പുകള് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നടത്താറുണ്ട് അല്ലെ. അതൊക്കെ എന്താണ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം ആണ്. ഇവിടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുക. അതിനുവേണ്ടി കോർപ്പറേറ്റ് വിത്ത് ലോക്കൽ പ്രാദേശിക സംഘടനകളുമായിട്ട് സഹകരിക്കാം. അതായത് നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ അങ്ങനെയൊക്കെ സംഘടനകളൊക്കെ ഉണ്ട്. അവരുമായിട്ടൊക്കെ ചേർന്ന് സഹകരിക്കാം. അതോടൊപ്പം ഹോസ്പിറ്റൽ സർവീസ് ടു മീറ്റ് ദ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻ ആൻ എഫക്റ്റീവ് മാനർ. അതുപോലെ നമ്മുടെ സമൂഹത്തിന്റെ അല്ലെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് കെയർ സേവനങ്ങള് അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുക. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പലപ്പോഴും പ്രാദേശിക സംഘടനകളുമായിട്ടൊക്കെ കോർപ്പറേറ്റ് ചെയ്ത് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് ഇടപെടാനായിട്ടൊക്കെ വരും. അപ്പൊ ഇതൊക്കെ അങ്ങനെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ലൊരു റിലേഷൻ നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാം. കമ്മ്യൂണിറ്റി റിലേഷൻസ് അല്ലെ അനദർ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ വരുന്ന എന്താണ്, റിസ്ക് മാനേജ്മെന്റ് ആണ്. അതായത് എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകള് പ്രതിബന്ധങ്ങളൊക്കെ വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പോകാന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേഷൻ ഇവാലുവേറ്റ് ആൻഡ് മാനേജ് റിസ്ക് കണക്റ്റഡ് വിത്ത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിസ്കുകള് അത് കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേറ്റർമാർ ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം, അത് മാനേജ് ചെയ്യണം അല്ലെ. They execute protocols and policies to minimize the potential risk. പരമാവധി അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾസുകള് പോളിസികള് അവരെന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. അതുപോലെ സൂപ്പർവൈസ് പേഷ്യന്റ് ആൻഡ് എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ്. അതുപോലെ പേഷ്യന്റിന്റെയും അവിടുത്തെ ജീവനക്കാരുടെയും സുരക്ഷിതത്വത്തിന് മുൻതൂക്കം കൊടുക്കണം, അതിന് മേൽനോട്ടം വഹിക്കണം. ആൻഡ് ഹാൻഡിൽ ലീഗൽ ആൻഡ് ഇൻഷുറൻസ് ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട നിയമപരവും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക. ഇതൊക്കെയാണ് ലീഗലായിട്ട് പല റിസ്കുകൾ നമുക്ക് വരാം, ഇൻഷുറൻസ് മാറ്റേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് റിസ്കുകൾ വരാം അല്ലെ. ഇതൊക്കെ റിസ്കിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പോവുക. പിന്നെ വരുന്നതാണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ്. അതായത് വിവരങ്ങൾ അല്ലെ, വിവരങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദി ഇംപ്ലിമെന്റേഷൻ ആൻഡ് മെയിന്റനൻസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം പോലെയുള്ള ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് പോലെയുള്ള എന്താണ് രോഗികളുടെ വിവരങ്ങളും മറ്റുമൊക്കെ കൃത്യമായിട്ട് എന്താണ് സൂപ്പർവൈസ് ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ അഡ്മിനിസ്ട്രേറ്റർമാരാണ് കേട്ടോ. They guarantee the confidentiality and security of patient information while facilitating efficient data management reporting. നമ്മൾ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ഡാറ്റകളെ മാനേജ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, രോഗികളുടെ വിവരങ്ങളുടെ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, സുരക്ഷിതത്വം, ആ ഒരു സ്വകാര്യത, സുരക്ഷിതത്വം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്തണം. നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പുവരുത്തണം. ഡാറ്റ മാനേജ്മെന്റ് നടത്തണം, റിപ്പോർട്ടിംഗ് ഒക്കെ നടത്തണം. അതിനോടൊപ്പം ചെയ്യണം രോഗികളുടെ വിവരങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വളരെ സെക്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള വളരെ സ്വകാര്യാത്മകമായിട്ട് അല്ലെ സെക്യൂരിറ്റി അത് ഗ്യാരണ്ടി ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ലാസ്റ്റ് കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ് ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് കൊളാബറേറ്റീവ് വിത്ത് ഫിസിഷ്യൻ, നഴ്സസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ടു എൻഷുർ എ കോർഡിനേറ്റഡ് ആൻഡ് എഫിഷ്യന്റ് ഡെലിവറി ഓഫ് കെയർ. എന്നുവെച്ചാൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചികിത്സയും അല്ലെ നല്ല കോർഡിനേറ്റഡ് ആയിട്ട് ചികിത്സയാണെങ്കിലും മറ്റു പരിചരണങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റർമാർ ഈ പറയുന്ന ഫിസിഷ്യന്മാര്, നഴ്സുമാര്, മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുമായിട്ടൊക്കെ ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ലീഡർഷിപ്പ് അതിന് നേതൃത്വം കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു. ആൻഡ് ഗൈഡൻസ് ടു സ്റ്റാഫ് മെമ്പേഴ്സിന് ജീവനക്കാർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് they promoting a positive and collaborative work culture. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ സംഘടനാത്മകമായിട്ടുള്ള തൊഴിൽ അന്തരീക്ഷമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് പോയിന്റുകൾ കേട്ടോ. എന്താ പറയുന്നത്, these responsibilities may differ depending on the size and type of hospital, but overall hospital administrators play a vital role in managing and enhancing the health care facilities operation services. ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി ഓരോ ഹോസ്പിറ്റലിന്റെ വലുപ്പത്തിനനുസരിച്ച് മാറ്റം വരാട്ടോ. ഇത്രയും റെസ്പോൺസിബിലിറ്റി അല്ല, കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരാതിരിക്കാം.
എന്താണെങ്കിലും ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നതിന് അഡ്മിനിസ്ട്രേറ്റർമാർ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ ആദ്യത്തെ പ്രൊഫഷണലിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 4 പേരുടെയും കൂടെ നോക്കാനുണ്ട് കേട്ടോ. നമുക്ക് ക്ലാസ് മൈൻഡ് ചെയ്തോട്ടെ. എന്താ ഓക്കെ ആണോ എല്ലാവർക്കും ക്ലാസ്? ഓക്കെ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കാം. താങ്ക് യു മാം.